ഗുർഗാവ് മെട്രോ ഞങ്ങൾ ചെയ്തതായിരുന്നു. ഫസ്റ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈവറ്റ് മെട്രോ ഞങ്ങളായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഞങ്ങളുമായിട്ട് സർക്കാർ കൺസൾട്ട് ചെയ്യുകയുണ്ടായി. ഞാൻ ഏത് ഗവൺമെൻറ്റൊന്നും പറയുന്നില്ല. അപ്പോൾ കൺസൾട്ട് ചെയ്യേണ്ട ബേസിസിൽ ഞാനതിൽ കുറച്ച് ഇൻവോൾവ് ആയിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഉദാഹരണത്തിന് ഞങ്ങളാണ് അത് എം വി രാഘവൻ സാറുമായിട്ട് ഇരുന്ന് അദ്ദേഹമാണത് ശരിക്കും വിഴിഞ്ഞം പോർട്ട് റീസറക്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ അതിൽ ഉണ്ടായിരുന്നു. 2008 വരെ ഞാനത് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ മെട്രോയിലും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്റ്റഡിയൊക്കെ നടത്തി പറഞ്ഞതാണ്. മെട്രോ കേരളത്തിൽ എവിടെയെങ്കിലും വരണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തിരുവനന്തപുരത്തിനായിരുന്നു, കൊച്ചിക്കായിരുന്നില്ല. പക്ഷേ അത് കണക്കുകൾ മിസ്റെപ്രസെൻറ്റ് ചെയ്ത് അത് കൊച്ചിക്ക് കൊടുത്തു. പോട്ട് സാരമില്ല, കൊച്ചി അത് ചെയ്തു. നമുക്കൊരു ഒരു പാഠം പലതും അതിൽ നിന്ന് പഠിക്കാനുണ്ടായി. ഇപ്പോൾ നമുക്കിവിടെ തെറ്റുകളോടെ വരരുതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കൺസൾട്ടേഷൻ, പ്രോപ്പറായിട്ടൊരു കൺസൾട്ടേഷൻ നടന്നിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനതിൽ ഇവിടെ ഈ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നമ്മൾ പലരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയെടുത്ത് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇത് കുറേ കൂടെയൊക്കെ എനിക്ക് കുറച്ച് ഇൻപുട്സ് കൊണ്ട് തരാൻ, ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് ഈ ബന്ധപ്പെട്ട അധികൃതരടുത്ത് എത്തിക്കണം, കാരണം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അത് എൻ്റെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം കൊച്ചി മെട്രോയിലെ ഒരു സീനിയർ ആളെ വിളിച്ചു, ഒരു ഡിസിഷൻ മേക്കറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക്, അപ്പം ഫസ്റ്റ് നെയിം ബേസിസിലാണ് സംസാരിക്കുന്നതിന്, അത്ര ഫ്രീ ആണ് അവർ തമ്മിലുള്ള സംസാരം. ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുകാർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ, നമുക്ക് ഇവിടുത്തെ ഈ അലൈൻമെൻറ്റിനെ പറ്റിയൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഇപ്പോൾ അദ്ദേഹം എടുത്തുമായി പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി സ്പീക്കർ ഫോണിൽ ഇട്ടിരുന്ന കാരണം എനിക്കും കേൾക്കാം. അത് തിരുവനന്തപുരത്തുകാർക്ക് എന്തെങ്കിലും പറയാണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞത്, അത് എന്തെങ്കിലും പറയാണ്ട് ഇങ്ങോട്ട് വരും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം ഞാനോ വിനോയോ കൊച്ചിയിൽ പോയി പറയുമോ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ വരെ പോകും? അത് പോയില്ല. അപ്പം ഇതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പം കൺസൾട്ടേഷൻസ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. പോയിൻ്റ് നമ്പർ 2. പോയിൻ്റ് നമ്പർ 3, മെട്രോ കൊച്ചിയിൽ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഫസ്റ്റ് ഇയർ 50 ലക്ഷവും 50,000, പിന്നെ സെക്കൻഡ് ഇയർ മാസം 4 ലക്ഷവും വെച്ച് ട്രാഫിക് വരുമെന്ന് പറഞ്ഞ് ഇന്നും 2 ലക്ഷത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ധാരാളം പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. മെട്രോ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, മെട്രോ വന്നത് കാരണം കൊച്ചിയിലെ മൊബിലിറ്റി വളരെ ഈസി ആയിട്ടുണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ആ പ്ലാനിങ്ങിൽ ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. ആ പാളിച്ച നമുക്കത് എക്സാമ്പിൾസ് ആയിരിക്കണം. ഉദാഹരണത്തിന് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നുള്ളത്, അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അത് നോക്കിയിട്ടില്ല. എവിടൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, യാതൊന്നും ഞാൻ കാണുന്നില്ല. അവരുടെ പ്രപ്പോസൽസിൽ ഞാനതൊന്നും കാണുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് സ്റ്റാച്യുവിൽ നിന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനം സ്റ്റാച്യുവിൽ നിന്ന് മാറാനായിട്ട് ഒരു പ്രപ്പോസലുണ്ട്. പൂങ്കുളം സൈഡിലോട്ടും അങ്ങോട്ടും ഒരു പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ പ്രപ്പോസലുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അതെങ്ങനെയാണ് ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്? പിന്നെ ഞങ്ങളുടെ സ്റ്റഡി നടത്തിയപ്പോൾ തിരുവനന്തപുരത്തെ എല്ലാ റൂട്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നെടുമങ്ങാട് തിരുവനന്തപുരം, കാട്ടാക്കട തിരുവനന്തപുരം, നെയ്യാറ്റിൻകര തിരുവനന്തപുരം, പിന്നെ കിളിമാനൂർ തിരുവനന്തപുരം, പിന്നെ കഴക്കൂട്ടം കൊല്ലം തിരുവനന്തപുരം മേഖലയിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇപ്പോഴേ സ്ട്രോങ് ആണ്. ബസ്സുകൾ മുറയ്ക്കുണ്ട്, ധാരാളമുണ്ട്. നമ്മൾ ആ കഴക്കൂട്ടം തിരുവനന്തപുരം റൂട്ടിൽ ഇന്ന് നമ്മളൊരു മെട്രോ കൊടുക്കുന്ന ആവശ്യമാണോ എന്നുള്ള ആലോചിക്കണം. ഞങ്ങളാണെങ്കിൽ പ്രയോറിറ്റി വിൽ ബി ഗിവൺ ടു കണക്ടിവിറ്റി ബിറ്റ്വീൻ വേളി ടു മെഡിക്കൽ കോളേജാണൊരു ഇമ്പോർട്ടൻറ്റ്. റെയിൽവേ സ്റ്റേഷൻസ് ടു മെഡിക്കൽ കോളേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഔട്ട്സൈഡ് മെഡിക്കൽ കോളേജിലേക്ക് ഒരു സ്റ്റേറ്റ് റെഫറൽ ഹോസ്പിറ്റലാണ്. അവിടെ പേഷ്യൻസിനെ കാണാൻ വരുന്നവരുമൊക്കെ തന്നെ നമുക്ക് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ വരാനൊരു മോഡാകും അത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട എൻ്റെ കാഴ്ചപ്പാടിൽ വേളി സ്റ്റേഷൻ, കഴക്കൂട്ടം, ശരി, വേളി, പിന്നെ മെഡിക്കൽ കോളേജ് ആൻഡ് കം ടു സ്റ്റാച്യു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അവിടെയാണ് നമ്മളിപ്പം തൽക്കാലം ഭാവി നോക്കേണ്ട കാര്യമില്ല. പിന്നെ നെയ്യാറ്റിൻകര സൈഡ്. പക്ഷേ നെടുമങ്ങാട് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നെടുമങ്ങാട് അലൈൻമെൻറ്റിൽ ഈ ഭാഗങ്ങളില്ല, ഈ ഭാഗത്ത് തൊട്ടിട്ടേ ഇല്ല. ഫ്യൂച്ചർ എന്താണെന്നൊട്ട് പറയുന്നുമില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ അലൈൻമെൻറ്റ് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ശരിയാണെന്ന് അവർ സ്ഥാപിക്കട്ടെ. പക്ഷേ ഭാവി എന്താണ് അത് പറയുന്നില്ല. ആ ഭാവി പറയുന്നത് തന്നെ
പിന്നെ കോവളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വിഴിഞ്ഞം കോവളം മേഖല ലക്ഷ്യം വെച്ചിട്ടുള്ള വിഴിഞ്ഞം കോവളം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ വാട്ട് അബൌട്ട് ദിസ് കോറിഡോർ? ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്. കാട്ടാക്കട തിരുവനന്തപുരം, മലയൻകീഴ് തിരുവനന്തപുരം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് കോറിഡോഴ്സാണ്. പക്ഷേ അതൊന്നും അഡ്രസ്സ് ചെയ്തതായിട്ടേ കാണുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ അനൗൺസ്മെൻ്റ് ആണെങ്കിൽ ശരി. ഇപ്പം ഇലക്ഷൻ വരുന്നു, കുറച്ചൊരു ഫീൽ ഗുഡ് ഫാക്ടർ തിരുവനന്തപുരത്തേറെ കൊടുക്കുക, അതുകൊണ്ട് വോട്ട് കിട്ടുന്നത് കിട്ടിട്ട് ശരി, വേറെ കാര്യം. പക്ഷേ അല്ല, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻസ് കൂടുതൽ വേണം. അതിന് പിന്നെ പബ്ലിക്കിൻ്റെ എല്ലാവരുടെ ഒപ്പീനിയൻ എടുത്താൽ പലരും കൂടിയാൽ പാമ്പും ചാവില്ല എന്നൊരു നിയമമുണ്ട്. ശരിയാണ്, അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ കേൾക്കണം, കേട്ടിട്ട് ഒരു ജനറലായിട്ടുള്ള അപ്രോച്ച് എന്താണെന്നുള്ളത് നമ്മളെ ധരിപ്പിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.